നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിങ്സുകളിൽ ചില സെറ്റിങ്സുകൾ നമ്മൾ നിർബന്ധമായും ശരിയാക്കി വെക്കേണ്ടതുണ്ട്. അതായത് ഓൺ ചെയ്യേണ്ട ചില സെറ്റിങ്സുകൾ ഓൺ ചെയ്ത് വെക്കണം, ഓഫ് ചെയ്ത് വെക്കേണ്ട സെറ്റിങ്സുകൾ ചിലത് ഓഫ് ചെയ്ത് വെക്കണം. അത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് കൃത്യമായി ശരിയാക്കി വെക്കേണ്ട ചില സെറ്റിങ്സുകൾ നമ്മൾ നിർബന്ധമായും ശരിയാക്കേണ്ടതാണ്. വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ആ സെറ്റിങ്സുകളെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മൊബൈൽ ഫോണിൽ നമ്മൾ നിർബന്ധമായും ശരിയാക്കേണ്ട സെറ്റിങ്സുകൾ നോക്കാം. നമ്മളെല്ലാവരും ഒരു ദിവസം ഗൂഗിൾ ഓപ്പൺ ചെയ്യാത്ത ആളുകളുണ്ടായിരിക്കില്ല. ഏതെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചുകൊണ്ടോ ഒക്കെ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യും. എന്നാൽ ഗൂഗിൾ ക്രോമിനകത്തുള്ള ചില സെറ്റിങ്സുകളാണ് നമ്മൾ നോക്കുന്നത്. ചിലത് ഓണാക്കി വെക്കണം, ചിലത് ഓഫ് ചെയ്ത് വെക്കണം, ചില സെറ്റിങ്സിൽ ചില മാറ്റങ്ങൾ വരുത്തണം. എന്തൊക്കെയാണ് സെറ്റിങ്സിൽ നമ്മൾ നിർബന്ധമായും മാറ്റം വരുത്തേണ്ടത് നോക്കാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്, ഇതുപോലെയാണ് ഓപ്പൺ ആയി വരിക. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് 3 ഡോട്ട് കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ സെറ്റിങ്സ് ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഏറ്റവും താഴെ ഭാഗത്ത് നമുക്ക് സൈറ്റ് സെറ്റിങ്സ് ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ശരിയാക്കി വെക്കേണ്ട ഫീച്ചറുകൾ ഏതൊക്കെ നോക്കുന്നത്. ഒന്നാമത്തത് ഏറ്റവും മുകളിൽ ഓൾ സൈറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച എല്ലാ വെബ്സൈറ്റുകളുടെയും അഡ്രസ്സ് കാണാൻ സാധിക്കും. ആമസോൺ ഓപ്പൺ ചെയ്യുന്ന ആൾക്ക് ആമസോൺ ഇവിടെ കാണും. നമ്മൾ ഏതൊക്കെ സൈറ്റുകൾ ഓപ്പൺ ചെയ്ത് പ്രവേശിച്ചിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഏറ്റവും മുകളിൽ ഓൾ സൈറ്റ്സ് എന്നുള്ളിടത്ത് കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് കാണുന്ന കുക്കീസ് എന്നുള്ള കാണുന്ന ഈ ഭാഗം, ഇത് നമ്മുടെ മൊബൈൽ ഫോൺ അലൗഡ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും അലൗഡ് കുക്കീസ് എന്നുള്ളത്. അതായത് നമ്മൾ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഒരു സൈറ്റിലുള്ള നമ്മുടെ ഡാറ്റകളൊക്കെ കുക്കീസ് ചെയ്യപ്പെടും. അതായത് ഏതൊരു സൈറ്റിൽ കയറുമ്പോൾ നമ്മുടെ ഡാറ്റകൾ, നമ്മുടെ പാസ്വേഡുകൾ, നമ്മുടെ ജിമെയിൽ അക്കൗണ്ടുകളൊക്കെ ഇതിനകത്ത് സേവ് ആകും. അപ്പോൾ ഈ കുക്കീസ് മുഖാന്തരമാണ് നമ്മളുടെ സേവ് ആകുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ എല്ലാ സൈറ്റിലേക്കുള്ള കുക്കീസുകളും സേവ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അലോ കുക്കീസ്. ഇതൊരു അപകടമാണ്. നമുക്കിവിടെ ഏറ്റവും മൂന്നാമത്തെ ഓപ്ഷനിൽ കാണുന്ന ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സൈറ്റുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ കുക്കീസുകൾ, നമ്മുടെ ഡാറ്റകൾ സേവ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അത് ബ്ലോക്ക് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മൾ മൂന്നാമത്തെ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ളിടത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇതാണ് ഒന്നാമത്തെ സെറ്റിങ്സ്. രണ്ടാമത്തെ സെറ്റിങ്സ് കുറച്ച് താഴോട്ട് വരാം. ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒരു ഓപ്ഷൻ കാണും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തേർഡ് പാർട്ടി സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സൈറ്റുകളിൽ നിന്നുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് ഇതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരും. പലപ്പോഴും പല ആളുകളും എന്തെങ്കിലും അശ്ലീലപരമായിട്ടുള്ള സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിറയെ അത്തരത്തിലുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും കാണാൻ സാധിക്കാം. പക്ഷേ അത്തരം നോട്ടിഫിക്കേഷൻസ് നമുക്കിവിടെ ഈ നോട്ടിഫിക്കേഷൻസ് എന്ന് കാണുന്ന ഭാഗത്ത് ഇതുപോലെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരില്ല. അതായത് പല ആഡ്സ് പരമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, പല ആളുകളും പറയാറുണ്ട് നോട്ടിഫിക്കേഷൻ ബാർ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അശ്ലീലപരമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്, ഇതെങ്ങനെ ഓഫ് ചെയ്യാമെന്ന്. ഈ നോട്ടിഫിക്കേഷൻ ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി, ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അടുത്ത മൂന്നാമത്തെ സെറ്റിങ്സ് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് പോപ്പപ്സ് ആൻഡ് റീഡയറക്റ്റ് എന്നുള്ള ഓപ്ഷൻ. ഇത് നമ്മൾ ക്ലിക്ക് കഴിഞ്ഞാൽ ഇത് അലൗഡ് ആണ്. നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഗൂഗിളിൽ നിന്നൊക്കെ വരുന്ന പരസ്യങ്ങൾ, പല ആളുകളും പറയാണ്ട് ഗൂഗിൾ സൈറ്റുകളിൽ നിന്നൊക്കെ പല പരസ്യങ്ങൾ വരുന്നുണ്ട്. ഇത്തരത്തിൽ പോപ്പപ്പ് ആയിട്ടുള്ള പരസ്യങ്ങൾ മാത്രമല്ല റീഡയറക്റ്റ്, നമ്മളൊരു സൈറ്റ് ഓപ്പൺ ചെയ്ത് ആ സൈറ്റിൽ നിന്ന് നമ്മളറിയാതെ മറ്റേതെങ്കിലും സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോകും. അങ്ങനെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആയിട്ടുള്ള സെക്യൂരിറ്റി ഇല്ലാത്ത സൈറ്റുകൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഡാറ്റകൾ ചോർത്തി കൊണ്ടുപോകുന്നതൊക്കെ തടയുന്നതിന് വേണ്ടി ഈ ഇത്തരത്തിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അത്തരത്തിലുള്ള പോപ്പപ്പ് നോട്ടിഫിക്കേഷനും മാത്രമല്ല നമ്മുടെ റീഡയറക്റ്റ് ആയിട്ട് പോകുന്ന സൈറ്റുകളിലേക്കുള്ള ആ റീഡയറക്ഷൻ ഓഫ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ ആഡ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ എനേബിൾ ആയിരിക്കും, അലൗഡ് എന്നുള്ള എനേബിൾ ആയിരിക്കും. ഇത്തരത്തിൽ എനേബിൾഡ് ആണെങ്കിൽ നിങ്ങളിത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഇത്തരം സൈറ്റുകളിൽ നിന്ന് വരുന്ന ആഡ്സുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ കാണും. ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ എനേബിൾ ആണെങ്കിൽ ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ
തേർഡ് പാർട്ടി സൈറ്റുകളിലേക്ക് ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടുകളോ മറ്റു നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചുള്ള ലോഗിനുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സൈൻ ചെയ്തു പോകുന്നത് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇത്തരം തേർഡ് പാർട്ടി സൈറ്റുകൾ സൈൻ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് കൂടെ നിർബന്ധമായി ചെയ്തു വെക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിർബന്ധമായി ശരിയാക്കിയിരിക്കേണ്ട സെറ്റിങ്സിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.